മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വനിതാ MLA ആണ് ഫാത്തിമ തഹ്ലിയ. ലീഗ് 2 സ്ത്രീകളെ നിർത്തിയിരുന്നു മത്സരത്തിന്. അതിലെ ഒരാളാണ് ജയിച്ചത്. അത് രാമകൃഷ്ണനെ തോൽപ്പിച്ചുകൊണ്ട് കൗമ വിവാദമൊക്കെ ഉണ്ടായിട്ടും ജനങ്ങൾ അവരെ സ്വീകരിക്കുകയായിരുന്നു. അവർ ചെന്നുപെട്ട ഒരു വിവാദത്തെക്കുറിച്ചും അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തെക്കുറിച്ചുമാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അവർ ഒരു സ്വകാര്യ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തുകയും അതിനെ തുടർന്ന് സമസ്ത എന്ന മുസ്ലിം സംഘടന അവരെ ശക്തമായി താക്കീത് ചെയ്തുകൊണ്ട് വരികയുമായിരുന്നു രംഗത്ത്. അത് അനിസ്ലാമികമായ ഒരു രീതിയാണെന്നും അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. സമസ്ത എന്നത് ഒരു സുന്നി സംഘടനയാണ്. അവർ മുസ്ലിം ലീഗിന് ശക്തമായ പിന്തുണ കൊടുക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് മുസ്ലിം ലീഗിൽ നല്ലൊരു ശ്രേണിയുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഇത് ആദ്യത്തെ സംഭവമല്ല. മുന്നേ 2005 ഇതേപോലെ സമാനമായിട്ട് ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ മന്ത്രിയായിരുന്ന ചേർക്കളം അബ്ദുള്ള ഏതോ ഒരു ചടങ്ങിൽ വിളക്ക് കൊളുത്തുകയുണ്ടായി. ആ കൊളുത്തിയ വിളക്കിനെ ചൊല്ലി ഇതേപോലെ തന്നെ ഒരു വിവാദം ഉയർന്നു വരുന്നു. ചേർക്കളം അബ്ദുള്ള അതിന് ചാനലുകളും മറ്റു കാര്യങ്ങളൊന്നും ഇത്ര കണ്ട അന്ന് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അഥവാ പറഞ്ഞെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാനുള്ള പാകത ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അത് ഒരുമാതിരി രമ്യമായി പരിഹരിക്കപ്പെടുകയായിരുന്നു. ഇതിനെക്കുറിച്ച് കാര്യമായൊരു വിവാദം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് 2014-15 അന്ന് സിനിമാ നടൻ മമ്മൂട്ടിയും മുസ്ലിം ലീഗ് മന്ത്രി അബ്ദുൾ റബ്ബും തമ്മിലായിരുന്നു ആ വിവാദം. ഒരു ചടങ്ങിൽ പങ്കെടുത്ത മമ്മൂട്ടി അബ്ദുൾ റബ്ബ് വിളക്ക് കൊളുത്താതെ തന്നെ വിമർശിക്കുകയും ഇത് അനിസ്ലാമികമായ യാതൊന്നും തന്നെ ഇല്ല എന്നും വിളക്ക് കൊടുക്കുന്നത് കേരള രീതിയാണെന്നും അത് ചെയ്യേണ്ടതായിരുന്നു എന്നും അഭിപ്രായപ്പെടുന്നു. തുടർന്ന് ജനം ചാനലുകളും ഒരു മമ്മൂട്ടിയുടെ പക്ഷവും ഒരു അബ്ദുൾ റബ്ബിന്റെ പക്ഷവും പിടിച്ചുകൊണ്ട് തമ്മിൽ കലഹിക്കുന്നതാണ് കണ്ടത്. അതിൽ അബ്ദുൾ റബ്ബിന്റെ പക്ഷത്ത് VT മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. മറ്റേ മമ്മൂട്ടിയുടെ പക്ഷത്ത് KT ജലീലിനെ പോലെയുള്ള മുസ്ലിം സഖാക്കൾ ഉണ്ടായിരുന്നു എന്നതാണ് അന്നത്തെ കാര്യം. തുടർന്ന് ഒരു കണക്കിന് ശാന്തമായി. ഇപ്പോൾ വീണ്ടും മുസ്ലിം ലീഗ് അധികാരത്തിൽ വരികയാണ്. തുടർന്നും ഇതേ വിവാദം ഉണ്ടായി. ഈ വിവാദത്തിൽ പല സമസ്ത നേതാക്കളും സുന്നി പണ്ഡിതരും ശക്തമായ വിമർശനവുമായി വരികയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ തങ്ങളുടെ അമർഷം അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. എനിക്ക് ഈ വിഷയത്തിൽ 4 പേരോടാണ് പറയാനുള്ളത്. 1 സമസ്തയോട്, 2 മുസ്ലിം ലീഗിനോട്, 3 കോൺഗ്രസിനോട്, 4 ഫാത്തിമ തഹ്ലിയ MLAയോട്. ഒന്നാമത്തെ കാര്യം ഈ സമസ്തയോടാണ്. നിങ്ങൾ ഒരു മുസ്ലിം സംഘടനയാണെങ്കിലും സോഫ്റ്റ് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സംഘടനയായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. കാര്യമായി തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യാറില്ല, ശക്തമായി എതിർക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റു മതവിശ്വാസങ്ങളിൽ കടന്നു കയറാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നു. മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ പരിഹസിക്കാതിരിക്കുക എന്നത് സാധാരണഗതിയിൽ നിങ്ങൾ പുലർത്തുന്ന ഒരു രീതിയാണ്. ശബരിമല വിവാദത്തിൽ പങ്കെടുക്കരുത് എന്ന് സ്ത്രീകളോട് നേരിട്ട് അഭ്യർത്ഥിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അന്നത്തെ വനിതാ മതിലിൽ പങ്കെടുക്കാതിരിക്കണം എന്ന അഭ്യർത്ഥന കൊടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് സംസ്ഥ. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തണമായിരുന്നു. വിശേഷിച്ചും കേരളം ഒരു ഫ്രാഗ്മെന്റഡ് സൊസൈറ്റി ആയി ഇപ്പോൾ നിലകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്ന അവസ്ഥയിൽ ഇത് രമ്യമായി പരിഹരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ പറയുന്നത് കേൾക്കാനായി മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറായിരുന്നു എന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇയർ ആക്സസ് ഉണ്ടായിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്തരം വിവാദങ്ങളില്ലാതെ ഇത്തരം കാര്യങ്ങൾ പൊതുജന സമക്ഷം എത്തിക്കാതെ രമ്യമായി പരിഹരിക്കാമായിരുന്നു. രണ്ടാമത്, ഫാത്തിമ തഹ്ലിയ ഒരു ജനപ്രതിനിധിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു സ്ഥലത്ത് നിന്ന് മതം നോക്കിയോ ജാതി നോക്കിയോ അല്ല തിരഞ്ഞെടുപ്പ്. അവിടുത്തെ സ്ഥാനാർത്ഥി അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് മതാചാരങ്ങൾ മുറുക്കെ പിടിക്കുമ്പോഴും മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കേണ്ടതായി വരും. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവരുടെ കടമയാണ്. ഒരു അമ്പലത്തിലെ ഉത്സവമോ ഒരു ബർത്ത്ഡേയോ ഒരു പള്ളിയിൽ നടക്കുന്ന താലികെട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഉദ്ഘാടനങ്ങളോ വന്നേക്കാം. അത് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ആ MLAയെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ചെയ്യുന്ന MLAക്ക് ഒരു പൊളിറ്റിക്കൽ ഐസൊലേഷൻ സംഭവിക്കുകയും തുടർന്ന് ജനങ്ങളുമായി സമ്പർക്കം, വിശേഷിച്ച് മറ്റു മതസ്ഥരായി സമ്പർക്കം നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ആലോചിച്ചുകൊണ്ട് വേണം ഈ സ്ഥിതിയെ നിങ്ങൾ വിലയിരുത്താൻ. ഫാത്തിമ തഹ്ലിയ എന്ന MLA
കൗമ വിവാദത്തിൽ പെട്ടിട്ടും ജനങ്ങൾ അവരിൽ വിശ്വാസം അർപ്പിച്ച് അവർ ജയിച്ചേൽപ്പിച്ചതാണ്. തുടർന്ന് ഇത്തരം ഒരു വിവാദം വരുമ്പോൾ നിങ്ങൾ അവരെ പരസ്യമായി ശാസിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ തുടർന്നും മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കാതിരുന്നാൽ അവർ മറ്റു മതസ്ഥരിൽ നിന്ന് ഐസൊലേറ്റഡ് ആയി പോകാനും രാഷ്ട്രീയ എതിരാളികൾ ഇത് അവർക്കെതിരെയും അവർ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിക്കെതിരെയും ഒരു ആയുധമായി ഉപയോഗിക്കാനും സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതറിഞ്ഞുകൊണ്ട് തന്നെ ഒരു രമ്യമായ പരിഹാരമായിരുന്നു ഇതിൽ അഭികാമ്യം. മാത്രമല്ല പല സ്ഥലങ്ങളിലും വിളക്ക് കൊളുത്തുന്ന ആചാരമുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. ഇത് മറ്റു മതസ്ഥനായ ഞാൻ പറഞ്ഞു എന്നുള്ള ബുദ്ധിമുട്ട് വേണ്ട. KT ജലീൽ പറയുന്ന വിളക്ക് വെക്കൽ എന്ന ചടങ്ങ് നടക്കുന്ന പൊന്നാനി പള്ളിയിൽ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് എല്ലാവർക്കും കേൾക്കാം, ബോധ്യപ്പെടാം. അദ്ദേഹം തന്നെ ബഹുസ്വര സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണ് എന്നും പറയുന്നു. ഒരു വിശ്വാസിയാണ് KT ജലീൽ എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം മുമ്പ് മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചിരുന്നതാണ്. തുടർന്ന് CPM-ലായിരിക്കുമ്പോഴും തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ആ വീഡിയോകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. ഞാൻ രണ്ടാമതായി പറയാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗിനോടാണ്. മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടി എന്ന നിലയിലാണെങ്കിലും കേരള സമൂഹം നിങ്ങളുടെ ഒരു സെക്യുലർ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെയാണ് കാണുന്നത്. RSSന്റെ സൈദ്ധാന്തികനായ TG പോലും നിങ്ങൾ ഒരു തറവാടി പാർട്ടിയാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ പിന്നെ മറ്റു പാർട്ടികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അത് നിങ്ങൾ തന്നെ നേടിയെടുത്ത കാര്യങ്ങളാണ്. ബാബറി മസ്ജിദിന്റെ തകർച്ചയിൽ പലരും മുസ്ലിം ലീഗ് വിട്ട് ഒരു എക്സ്ട്രീമിസ്റ്റ് ലൈൻ സ്വീകരിച്ചപ്പോഴും മുസ്ലിം ലീഗ് അങ്ങനെ പോയില്ല. ജോസഫ് മാഷിന്റെ കൈ വെട്ടുന്ന അവസരത്തിലും ഒരു ശക്തമായ പ്രതിഷേധവുമായി ഇത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് വന്നത് എന്നതാണ് ഇവർക്ക് വിശ്വാസ്യത കൂടാനായിട്ടുള്ള കാരണം. എന്നാൽ അടുത്തിടെ നടന്ന ഹാഗിയ സോഫിയ, ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുചേരൽ, അതുപോലെ മാറാട് കലാപം മുതലായവ ചെറിയ സംശയങ്ങൾ ജനങ്ങൾക്ക് നിങ്ങളുടെ മേൽ വരുത്താനായി ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. മറ്റു പാർട്ടികൾ BJP പോട്ടെ, BJP പിന്നെ അങ്ങനെ പറയുമെന്ന് കരുതാം. CPM പോലും ജമാഅത്തെ ഇസ്ലാമി ആരോപണം വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നത് ജനങ്ങളിൽ തീർച്ചയായും നിങ്ങളുടെ മതേതരത്വത്തെ സംശയിക്കാനിടയാക്കും. അതോടൊപ്പം ഇത്തരം പ്രസ്താവനകളും ആ പ്രസ്താവനകൾക്ക് ശേഷം ഒരു വിലക്ക് മറ്റു മതസ്ഥരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളുടെ MLA-മാരോ മന്ത്രിമാരോ നടത്തിയാൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സമീപനത്തെ പ്രതികൂലമായി ബാധിക്കും. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാകത മുന്നത്തെ തങ്ങൾമാരിൽ നിന്ന് താങ്കളും പുലർത്തും, ഇപ്പോഴത്തെ നേതൃത്വവും പുലർത്തും എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല, നിങ്ങൾ ആണ് കോൺഗ്രസിനെ ഇവിടെ പിടിച്ചു നിർത്തിയത് ഒറ്റക്കെട്ടായിട്ടെന്നും UDF 10 വർഷം പുറത്തായിരുന്നപ്പോഴും നിങ്ങൾ അധികാരത്തിന് വേണ്ടി ശ്രമിക്കാതെ അവിടെ നിന്നു എന്നുള്ള സ്തുത്യർഹമായ കാര്യമാണ്. എന്നിരുന്നാലും നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസിനെ BJP മറ്റു ഭാഗങ്ങളിൽ വേട്ടയാടുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ നിങ്ങൾ കൊടി വീശിയത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അമേഠിയിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്. നിങ്ങൾ ഒരു സെക്യുലർ പാർട്ടി ആണോ എന്ന് റിപ്പീറ്റഡ് ആയ ചോദ്യത്തിന് രാഹുൽ ഗാന്ധിയുടെ ഉത്തരം മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടി എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്യുലർ ആയിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ കൂടെ ദേശീയ രാഷ്ട്രീയത്തിന് ആവശ്യമാണ്. ഒരുപക്ഷെ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഇത് വലിയ ബാധകമല്ലായിരിക്കാം. പക്ഷെ ഇനി വരാൻ പോകുന്ന നോർത്ത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും അങ്ങനെയല്ലെങ്കിൽ ഇത് ആയുധമായി ഉപയോഗിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മത രാഷ്ട്രീയത്തിന് പുറത്തു നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ടിയിരിക്കുന്നു. മതവുമായി ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ ഉള്ളിൽ പറഞ്ഞു തീർക്കുകയും പുറത്തേക്ക് എങ്കിലും ഒരു സെക്യുലർ ഫ്രെയിംവർക്കിലൂടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി പറയാനുള്ളത് കോൺഗ്രസിനോടാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിന്
ഡയറക്റ്റ് ആക്സസ് ആണ് മുസ്ലിം ലീഗിന്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവണം എന്നുള്ളതിന് ഏറ്റവും വലിയ കാരണം മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മുസ്ലിം ലീഗാണ് എന്ന മോഡിയുടെ പ്രചരണത്തിന് വഴങ്ങുന്ന തരത്തിലുള്ള ഒരു കാര്യവും ഇവിടെ വന്നുകൂടാ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ശക്തമായി തള്ളിപ്പറയുക തന്നെ വേണം. അത് മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യമാണെന്നുള്ള രീതിയിൽ മാറിയാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മതേതരത്വ രാഷ്ട്രീയത്തെ ബാധിക്കും. കോൺഗ്രസുകാരായ മുസ്ലിം MLA-മാർക്ക് വിളക്ക് കൊളുത്താനും മറ്റു കാര്യങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കെ മുസ്ലിം ലീഗ് MLA-മാർ അങ്ങനെ മുസ്ലിം ലീഗ് MLA-മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് എങ്ങനെ എന്ന് വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും നിങ്ങളുടെ കൂടി സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിനോട് നിങ്ങൾ ആവശ്യപ്പെടുകയും അതിന് ശ്രമിക്കുകയും വേണം. കോൺഗ്രസിനകത്തും UDF-നകത്തും തീർച്ചയായും വീറ്റോ പവറുള്ള ഡിസിഷൻ മേക്കിംഗ് ഉള്ള മുസ്ലിം ലീഗ് ആണ് ആദ്യത്തെ കക്ഷി, അവരാണ് ഭരിക്കുന്നത് എന്നതായിരിക്കും കോൺഗ്രസിനെതിരെയുള്ള പ്രധാന ആരോപണം. ആ ഒരു ആരോപണത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടാവുന്ന വിധം തോന്നിപ്പിച്ചാൽ തൃശ്ശൂരിൽ നിന്ന് തെക്കോട്ട് നിങ്ങൾ അപ്രത്യക്ഷമാവും. മുസ്ലിം ലീഗിന് കാര്യമായിട്ട് ഒന്നും പറ്റാനും പോകുന്നില്ല എന്നത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയം തുടരുക. ഇനി അവസാനമായി ഫാത്തിമ തഹ്ലിയ എന്ന വ്യക്തിയോടാണ്, അല്ലെങ്കിൽ MLA-യോടാണ്. നിങ്ങളെ MLA ആക്കിയത് സമസ്തയല്ല, ജനങ്ങളാണ്. മുസ്ലിം ലീഗ് പാർട്ടി ടിക്കറ്റ് തന്നിട്ടുണ്ടാവാം, പക്ഷെ ജനങ്ങളാണ് നിങ്ങളെ MLA ആക്കിയത്. ആ കൗമു വിവാദം ഉണ്ടായിട്ടും ജനങ്ങൾ നിങ്ങളുടെ ഒപ്പമാണ് നിന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് തുടർന്നും അവർ മതഭേദമന്യേ, ജാതിഭേദമന്യേ ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ ഉത്സവങ്ങളിലും അവരുടെ ആഘോഷങ്ങളിലും അവരുടെ MLA അവർ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. സമസ്തയുടെ അഭിപ്രായം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മത്സരിക്കാനേ കഴിഞ്ഞു എന്ന് വരില്ലായിരുന്നു. അവാർഡ് കിട്ടിയ കുട്ടിയെ സ്റ്റേജിലേക്ക് കയറാൻ സമ്മതിക്കാത്ത വീഡിയോ സമസ്തയിൽ നിന്ന് ധാരാളമുണ്ട്. അന്ന് നടന്നത് പാണക്കാട് ഞങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ സമസ്തയുടെ അഭിപ്രായം സ്ത്രീകൾ സ്റ്റേജിലേക്ക് വരണ്ട എന്നുള്ളതായിരിക്കെ നിങ്ങൾ MLA ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജാതി മതഭേദമന്യേ നിങ്ങൾ ഭരണഘടനയോട് കൂറ് പുലർത്തിക്കൊണ്ട് നിങ്ങളുടെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക. നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ തുടർന്ന് ഇവരുടെ ശാസനകെട്ട് പങ്കെടുക്കാതിരുന്നാൽ നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ ഐസൊലേഷനിൽ പെടും. അങ്ങനെ പെടുന്ന പക്ഷം തുടർന്ന് നിങ്ങൾ ഇൻവിസിബിളായി മാറും. ഇത്തരം ചടങ്ങുകളില്ലാതെ നിങ്ങൾ ഇൻവിസിബിളായി മാറും. നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെയും നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ മതേതരത്വ സ്വഭാവത്തിനും തീർച്ചയായിട്ടും ഒരു പോറലേൽപ്പിക്കുന്ന കാര്യമായിരിക്കും അത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ തുടർന്നും മതേതരത്തിന് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന് കരുതട്ടെ. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എന്തെങ്കിലും മെസ്സേജ് ഉണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അറിയിക്കുക. എന്നാൽ കഴിയുന്ന വിധം ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.